ഹായ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷലിപ്തമാക്കുന്നതെന്നാണ്. നമ്മുടെ മനസ്സ് മാറിയാൽ നമ്മുടെ ജീവിതം മാറുന്നു. ഇഫ് യു ചേഞ്ച് യുവർ മൈൻഡ് ദ വേൾഡ് അറൗണ്ട് അസ് വിൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ ഭക്ഷണം വിഷലിപ്തമായാൽ എന്ത് സംഭവിക്കും ശരീരത്തിന്? ശരീരത്തിൽ വിഷാംശം കൂടും, ടോക്സിക് ആവും, പലതരം രോഗങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ മാരക രോഗങ്ങൾക്ക് അടിമയാകും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു കൺസ്യൂം എ ലോട്ട് ഓഫ് ടോക്സിക് ഇൻഫർമേഷൻ ഓൺ എ ഡെയിലി ബേസിസ്? ധാരാളം അൺവാണ്ടഡ് ഇൻഫർമേഷൻ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ മനസ്സിനകത്ത് കയറ്റി വിട്ടുകൊണ്ടിരുന്നാൽ മനസ്സിനെന്ത് സംഭവിക്കും? മനസ്സും രോഗാതുരമാകും, നമ്മളൊരു മനോരോഗിയായി മാറും, ആക്ച്വലി ഒരു കിളിപോയ അവസ്ഥയിലാകും. ആലോചിച്ച് നോക്കൂ, ഇത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടോ? അധികമായാൽ അമൃത് മാത്രമല്ല വിഷം, അറിവും വിഷം തന്നെയാണ്. ഇപ്പം തന്നെ ഒരു വാർത്ത എത്ര രൂപത്തിലാണ്, എത്ര ഭാവത്തിലാണ്, എത്ര തരം വ്യാഖ്യാനങ്ങളിലാണ്, വിശകലനങ്ങളിലാണ് നമ്മുടെ അടുത്തെത്തുന്നത് അല്ലേ? നമുക്ക് യാതൊരു എത്തും പിടിയും കിട്ടാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ആക്ച്വലി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് 3 കാര്യങ്ങളെ വേണ്ടൂ: ശാരീരികാരോഗ്യവും, മാനസികാരോഗ്യവും, സാമ്പത്തികാരോഗ്യവും. പിന്നെ സാമൂഹികാരോഗ്യം പ്രധാനമാണ്. അപ്പോൾ സാമൂഹികാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് പൗരബോധമുള്ള ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇത്രത്തോളം അറിയേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ ആവശ്യം എന്താണ്? നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുക. നമ്മൾ കൺഫ്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേ സമയത്ത് ആ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ പരക്കം പായുന്നതിനിടയിൽ അവർ പുതിയ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. നമുക്കെന്താണ് ആവശ്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി അറിയാൻ ശ്രമിക്കുക. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രം അറിയുവാൻ ശ്രമിക്കുക. അപ്പോൾ തൊഴിലുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കും. ബാക്കി പൊതുബോധം അത്യാവശ്യം ഉണ്ടാവണം, അതുണ്ടായാൽ മതി. അതിന് ഇത്രയേറെ വാർത്തകൾ ഫോളോ ചെയ്യേണ്ടതില്ല. ഒരുപാട് ചാനലുകൾ, ഒരുപാട് വിശകലനങ്ങൾ, നമ്മൾ തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയേറെ വാർത്തകൾ നമുക്ക് ആവശ്യമുണ്ടോ? ശരിയും തെറ്റും എന്താണെന്ന് നമുക്ക് ആർക്കും ഒരു പിടിയും ഇല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എനിക്ക് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ പറ്റിയതുപോലെ തോന്നുന്നു. അപ്പോൾ ഇനി അത്തരം വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ വാർത്തകളുടെ പിന്നാലെ പായാതെ ഇരിക്കാൻ ശ്രമിക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.